ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ NDA സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം പിന്നിടുമ്പോഴും വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലൊക്കെ വന്നു കാണും, തിരുവനന്തപുരത്ത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, നരേന്ദ്രമോദി ഫുട്ബോൾ ടൂർണമെൻറ്റ്. രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികൾ അദ്ദേഹത്തെ സമീപിച്ച് തിരുവനന്തപുരത്തിൻ്റെ കായിക മേഖലയിലുള്ള അനന്തമായ സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഫുട്ബോൾ കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാനുള്ള ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടപെട്ട് ഇതിൻ്റെ കൂടി ഫലപ്രാപ്തിയായാണ് ഒരാഴ്ച കൊണ്ട് ആ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. ഇന്നലെ അതിൻ്റെ ഫൈനലായിരുന്നു. ഇപ്പോൾ ഈ ഫുട്ബോൾ ക്ലബ്ബുകാരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കടന്നു പോകുമ്പോഴേക്കും ഈ ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുക എന്നുള്ളൊരാഗ്രഹം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 60ഓളം ഫുട്ബോൾ ക്ലബ്ബുകൾ ഉൾപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കൂടുതലും കടലോര മേഖലയിലാണ്. അപ്പോൾ അദ്ദേഹം വിജയിച്ചു വരുന്ന ഘട്ടത്തിൽ കായിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഏറ്റവും മുന്തിയ പ്രാധാന്യം നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ട്. ഞാനത് കായിക മേഖലയുടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞതെങ്കിലും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക്, NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് നാളിതുവരെ കിട്ടിയ പിന്തുണയിൽ അപ്പുറം പിന്തുണ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിവിധ മേഖലയിൽ നിന്നുള്ള പുതിയ ആൾക്കാർ പിന്തുണ അർപ്പിച്ചു വരുന്ന ഒരു ആഘോഷമാണ് ഇപ്പോൾ കാണുന്നത്. ഈ പിന്തുണയിലും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിലുമൊക്കെ തന്നെ ആശങ്കാകുലരായിട്ടുള്ള UDF, പ്രത്യേകിച്ചും UDF സ്ഥാനാർത്ഥി സമൂഹത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, നിങ്ങളൊക്കെ വാർത്ത കൊടുത്തതാണ്. നരേന്ദ്രമോദി വന്നാലും തിരുവനന്തപുരത്ത് എന്നെ പരാജയപ്പെടുത്താനാകില്ല, ഞാൻ തന്നെ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം. ആരും ചോദിച്ചില്ല നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാൽ താങ്കൾ ജയിക്കുമെന്ന് ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല. പക്ഷേ അദ്ദേഹം തന്നെ എയറിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി. ആ വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ സാമുദായിക സംഘടനകൾക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്ന് മത്സരിച്ചോട്ടെ, ഞാൻ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞ വ്യക്തി നരേന്ദ്രമോദി ഒന്നും ഇവിടെ മത്സരിക്കാൻ വന്നില്ല. ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മന്ത്രി ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് ഇനിയും 20 ദിവസം അവശേഷിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ ജൽപ്പനങ്ങൾ നടത്തുന്നത് പോലെ NDA സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും അപവാദ പ്രചരണങ്ങൾ നടത്തിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. UDF സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സബ് കളക്ടറെ, നോഡൽ ഓഫീസറായിട്ടുള്ള സബ് കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. സബ് കളക്ടർക്ക് അദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എന്നുള്ള നിലയ്ക്ക് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് സബ് കളക്ടർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അഡ്വക്കേറ്റ് JR പത്മകുമാറും ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ തെളിവുകൾ സമൂഹത്തിൽ അദ്ദേഹം കാട്ടണം. അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി UDF സ്ഥാനാർത്ഥി നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ നൽകിയിരുന്നു. ഇന്ന് ഞങ്ങൾ അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോയി. ഞാനതിൻ്റെ കോപ്പിയാണ് കാണിക്കുന്നത്. മാത്രവുമല്ല, ചെറുതും വലുതുമായിട്ടുള്ള, ഞാൻ ചെറുതെന്ന് ഉദ്ദേശിച്ചത് അംഗസംഖ്യ കൊണ്ട് ചെറുതും അംഗസംഖ്യയുടെ വലിപ്പം കൊണ്ട് വലുതുമായിട്ടുള്ള നിരവധി സാമുദായിക സംഘടനകളുണ്ട്. ആ സാമുദായിക സംഘടനകളൊക്കെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ചില സാമുദായിക സംഘടനകളുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരിക്കാം, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരായിരിക്കാം. അവരൊക്കെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നവരാണ്. മഹാത്മാ അയ്യങ്കാളി ആയിക്കോട്ടെ, ഗുരുദേവനാവട്ടെ, അയ്യ വൈകുണ്ഠസ്വാമി ആയിക്കോട്ടെ, ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരുന്നവരാണ്. അവരൊക്കെ നേതൃത്വം കൊടുത്ത് രൂപം കൊടുത്ത വിശ്വകർമ്മ സമൂഹത്തിലെ പ്രഗത്ഭന്മാർ, സാംബവ സഭയിലെ പ്രഗത്ഭന്മാർ, ഇവരൊക്കെ തന്നെ വിവിധ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ, ഇവരൊക്കെ തന്നെ രൂപം കൊടുത്തതും ഇവരൊക്കെ തന്നെ മുന്നോട്ട് നയിക്കുന്നതുമായിട്ടുള്ള സാമുദായിക സംഘടനകളാണ് ഇവിടെ ഉള്ളത്.
ആ സംഘടനകളെയൊക്കെ തന്നെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ഒരു സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. UDF സ്ഥാനാർത്ഥി ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാത്രവുമല്ല, ആ സംഘടനകളെ തന്നെ അധിക്ഷേപിക്കലാണ്, അപമാനിക്കലാണ്. ഇത് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ വ്യക്തി ഈ നേതാക്കന്മാരെല്ലാം കാണാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട നോട്ടീസ് അയച്ചു. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അഡ്വക്കേറ്റ് JR പത്മകുമാറും അയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള BJP ജില്ലാ പ്രസിഡന്റ് അയച്ചിട്ടുണ്ട്.